നമ്മുടെ നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നല്ലൊരു ക്ലാപ്പ് കൊടുത്തുകൊണ്ട് നമ്മുടെ മുഖ്യാതിഥിയെ നമ്മുടെ വേദിയിലേക്ക് ആനയിക്കാം. എല്ലാവർക്കും അദ്ദേഹം നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ സന്തോഷം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിയിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനവുമായി ഏറെ സഹകരിച്ച ഒരു വ്യക്തി, ഊർജം നൽകിയ ഒരു നേതാവാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അദ്ദേഹം നേരെ നമ്മുടെ അന്നദാന മണ്ഡപത്തിലേക്ക് പോകുന്നു. നമ്മളുടെ ഭക്ഷണം ഇന്ന് നമ്മളോടൊപ്പം അതിലേക്ക് അദ്ദേഹം വരുന്നുണ്ടാവും. എല്ലാവരും ക്ഷമയോടുകൂടി ഇരിക്കുക. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ചെയ്യുന്നതിനായി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ക്ഷേത്രം ഇന്നത്തെ മുഖ്യ ഉദ്ഘാടകനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവர்களാണ്. നേരത്തെ ഈ വേദിയിൽ നമ്മളെ അഭിസംബോധന ചെയ്തതാണ്. നമ്മുടെ തന്ത്രിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇന്ന് അദ്ദേഹം വിളിച്ച ശേഷം സ്റ്റേജിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരും ഈ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിരിക്കുക. ധന്യമായ ചടങ്ങ് തുടങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓർഡർ ഉണ്ടാവില്ലേ? പ്രതിഷ്ഠ ദിനങ്ങൾ ഇന്ന് 2ാം ദിവസം തുടരുകയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കൂടെ വന്ന ആളുകൾ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് പറഞ്ഞു, സുലൈമാൻ ഹാജിയെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് ആളുകൾ ഹാജിയെക്കുറിച്ച് തങ്ങളെക്കുറിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ഷേത്ര പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ അത്തരത്തിൽ ഇങ്ങനെയാണ് പേരുകളൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഈ ക്ഷേത്ര നവീകരണത്തിന് വേണ്ടി കൈയയച്ച് സഹായിച്ചിട്ടുള്ള നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിലെ ആ ഒരു ശ്രേഷ്ഠന്മാരായ വ്യക്തിത്വങ്ങളുടെ പേരുകൾ അവരൊന്നിനു പറയും ഒന്നായിട്ട് പറയുകയാണ്. അത് രമേശാണ് ആദ്യം എന്നോട് പറഞ്ഞത്. പിന്നീട് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ വെയിറ്റ് അവരൊക്കെ പറയുന്നത് ഇതിനെക്കുറിച്ചാണ്.
അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം എനിക്ക് വാസ്തവത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ മഹാരഥന്മാരായ ആളുകളുടെ ആ ഒരു പരിസ്ഥിതികൾ, അവരൊക്കെയാണ് നമ്മുടെ സംരക്ഷകരെന്ന് പറയുന്നത്. സത്യത്തിൽ അവരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരാണ് നമ്മുടെ സംരക്ഷകർ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.